ഇന്നലെ കർക്കിടക വാവല്ലായിരുന്നോ? എല്ലാവരും കർക്കിടക വാവിന് പോയി ബലിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്നറിയാം. ഞാനും ഇന്നലെ എനിക്കും അതിനുള്ള ഒരു അവസരം കിട്ടി. നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മളെ കൈപിടിച്ച് നമ്മുടെ കാര്യങ്ങളിലെല്ലാം നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം പങ്കുകൊണ്ട് അവസാനം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ സ്വന്തക്കാർക്ക് വേണ്ടി ഒരു പിടി ചോറ്, നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്ന ദിവസമാണല്ലോ കർക്കിടക വാവ്. അതിനോടൊന്ന് ഒത്ത് ഒരു നുള്ളു കണ്ണുനീരും നമ്മളവർക്ക് നൽകുന്നുണ്ട്. ഇതിനെല്ലാം ഉപരിയായി എല്ലാ വർഷവും എനിക്ക് ആദ്യത്തെ വർഷം ചേട്ടൻ എന്നെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഇന്ന് 8-9 വർഷമാകുന്നു. ഞാൻ ആദ്യം തിരുവല്ലത്ത് പോയാണ് ആണ്ടുബലിയിട്ടത്. അതിനുശേഷം പുട്ടപർത്തിയിലിടാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. എന്നാലും 2 പ്രാവശ്യം വീട്ടിലിട്ടു. അത് കഴിഞ്ഞ് ഇപ്പം ബാംഗ്ലൂരാണ് ഞാൻ ഇടുന്നത്. ബാംഗ്ലൂർ ഇവിടെ ഞങ്ങൾ മോളുടെ വീടിനടുത്ത് തന്നെ ഗംഗമ്മ സർക്കിളിൽ ഇവിടുത്തുകാരുടെ ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ ഗംഗമ്മാദേവി ടെമ്പിളാണ്. അവിടെ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ സമിതിയുടെ ആൾക്കാരെല്ലാ വർഷവും ഈ കർക്കിടക വാവിന് അതിനുള്ള ഒരു എല്ലാ രീതിയിലും നമുക്ക് കർക്കിടക വാവ് ബലിയിടാനുള്ള എല്ലാ ഇതും അവർ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ ഫോൺ വിളിച്ച് ഇന്നലെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ വർഷവും അവിടെയുണ്ട്, 7 മണി തൊട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു. രാവിലെ ഗണപതി ഹോമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 7 മണി തൊട്ടാണ് ആദ്യത്തെ ബാച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ഒരു 8:30 ആയപ്പം ഞങ്ങൾ പോയി. ഇവിടുന്ന് ഞാനും പോയി. പക്ഷേ ചേട്ടൻ്റെ ബലി എനിക്കിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മോളാണ് ബലിയിട്ടത്. 2-3 വർഷമായിട്ട് മോള് തന്നെയാണ് ബലിയിടുന്നത്. പിന്നെ അവിടെ ചെന്നാലുടനെ ദേവിയുടെ അമ്പലമുണ്ട്. അതിനടുത്തുള്ളൊരു വലിയ ഹോളിലായിരുന്നു അവരിതെല്ലാം സംഘടിപ്പിച്ച് വെച്ചിരുന്നത്. പിന്നെ കയറി 300 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. പിന്നെ നമ്മുടെ തിലകഹോമമുണ്ട്, അതിന് 50 രൂപ. അതും കൊടുത്തിട്ട് രണ്ടാമത്തെ വാച്ചായിരുന്നെന്ന് തോന്നുന്നു. അതുവരെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ ടോക്കൺ നമ്പർ തന്നെ 420 ആയിരുന്നു. പിന്നെ അവിടെ നിന്നു. അടുത്ത ബാച്ച് അവരെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അടുത്ത ബാച്ചിന് ആൾക്കാർ കയറാൻ പറഞ്ഞു. അങ്ങനെ കയറി. ഇപ്പോൾ വയ്യാതെ ഉള്ളവർക്കെല്ലാം നിന്നുകൊണ്ട് അവർ ഡെസ്ക് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്നിടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴെ ഇരുന്ന് ചെയ്യേണ്ടവർക്ക് താഴെ ഇരുന്നും ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായും ഭംഗിയായും അവരെല്ലാ രീതിയിലും നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ അവർ കൊണ്ടുതരുന്നുണ്ട്. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് ഇതിനെല്ലാം പറഞ്ഞു തരാൻ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ 3-4 വർഷമായി ഞാനവിടെ ബലിയിടാൻ പോകുമ്പോഴെല്ലാം അദ്ദേഹമാണ് അവിടെ നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തരുന്നത്. അത് ആദ്യം മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്ത് പറയും. ഈ പ്രാവശ്യം ബോർഡിൽ ഒരു ഇലയുടെ പടം വെച്ചിട്ട് 1, 2, 3, 4 എന്ന നമ്പർ ഇട്ടിട്ട് ഓരോ കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നുണ്ട്. ഈ സ്ഥാനത്ത് വയ്ക്കണം, ഈ സ്ഥാനത്ത് വയ്ക്കണം. അങ്ങനെ ഭാഷ അറിയാൻ വയ്യാത്തവരും മലയാളം അറിയാൻ വയ്യാത്ത ഇവിടുത്തെ ആൾക്കാരും കന്നഡിക്ക ആൾക്കാരും അവിടെ വന്നിട്ട് ബലിയിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കൊന്നും, ഇപ്പോൾ എൻ്റെ മോളോടൊന്നും അത്ര പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് മനസ്സിലാവത്തില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ ആ കണ്ണുകൾ, ഓരോ ഇലയിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുറ്റി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും തെറ്റുകൂടാതെ എല്ലാ പദ്യങ്ങളും എല്ലാ ശ്ലോകങ്ങളും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആദരവോടും ഭക്തിയോടും കൂടി അദ്ദേഹം പറഞ്ഞു തരികയും അതനുസരിച്ച് നമ്മൾ വളരെ സാവകാശം ഏകദേശം ഒരു ബലികർമ്മം പൂർത്തിയാകുന്നതിന് 40 മിനിറ്റ് 45 മിനിറ്റ് എടുക്കുന്നുണ്ട്. എല്ലാം ചെയ്ത ശേഷം അതെല്ലാം എടുത്ത് നമ്മൾ അച്ഛന് വേണ്ടവർക്ക് അച്ഛൻ്റെ കാര്യത്തിന് വേണ്ടിയുള്ളവർക്ക് മക്കൾക്ക് ചെയ്യാം. പിന്നെ അച്ഛമ്മയ്ക്ക് ഉള്ളവർക്ക് വേണ്ടിയിട്ട് അതവർ പ്രത്യേക പിണ്ഡം അവർ ചോറുരുളയാക്കി വെക്കുന്നുണ്ട്. അമ്മയുടെ ബന്ധുക്കൾക്ക് മരിച്ചു പോയവർക്ക് വേണ്ടി അത് പ്രത്യേകമുണ്ട്. ഇതെല്ലാം കഴിയുമ്പോഴും അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി ബക്കറ്റിൽ ഇങ്ങനെ കുട്ടികൾ വെള്ളവുമായിട്ട് ഇങ്ങനെ വരും. ഓരോ ഉരുള ഉരുട്ടി നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ കൈ കഴിയാണ് അടുത്ത ഉരുള എടുക്കുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യവും എല്ലാം ശുദ്ധാവൃത്തിയോടുകൂടി തന്നെയാണ്. വളരെ മനസ്സിന് സമാധാനമുണ്ട്. അവിടെ പോയൊരു ബലിയിട്ട് കഴിഞ്ഞതിന് ശേഷം വളരെ സമാധാനം മനസ്സിന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യവും അവിടെ പോയി ബലിയിട്ടത്. ഇതെല്ലാം ചെയ്തൊരു 40 മിനിറ്റോളം ബലികർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതെല്ലാം എടുത്ത് തലയിൽ ഇങ്ങനെ വെച്ചിട്ട് ആൾക്കാരുണ്ട്. അവരത് വാങ്ങിച്ചിട്ട് ടെമ്പോയിലിടും. ടെമ്പോയിലിട്ടിട്ട് വെള്ളത്തിൽ അത് നിമജ്ജനം ചെയ്യാനായിട്ട് അവർ തന്നെ കൊണ്ടുപോകും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾക്ക് ഗണപതി ഹോമമുണ്ട്. അവിടെ എല്ലാം തൊഴുത് ഇതിന് ശേഷം ഈ പറഞ്ഞു തന്ന പണ്ഡിതന് നമ്മൾ ദക്ഷിണയും കൊടുത്ത് അവിടുന്ന് തിരിച്ച് പുറത്തിറങ്ങുമ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി തരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ വരുന്നത്. അതുപോലെ ബാംഗ്ലൂരാണെങ്കിൽ പോലും എനിക്ക് ഈ വർഷവും പിതൃക്കളുടെ അനുഗ്രഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവും കാരണം ഈ വർഷവും എൻ്റെ ചേട്ടനും എന്നെ വിട്ടുപോയ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി ഇടാനുള്ള ഒരു സാഹചര്യം
ഈ വർഷവും എനിക്ക് ഒരുക്കി തന്നു. അതിന് ചെയ്യാൻ വേണ്ടി തന്ന ആ ഭാരവാഹികൾക്കും, അവിടെ ഗംഗമ്മ സർക്കിളിലെ അമ്പലത്തിലുള്ള എല്ലാ ഭാരവാഹികൾക്കും ഇത് എല്ലാം പറഞ്ഞു തന്ന അദ്ദേഹത്തിനും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. വളരെ സന്തോഷവും സമാധാനവുമായ ഒരു ബലിയിടൽ കർമ്മം നടന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മയാണ് ബലിയിടുന്നത്. അമ്മ ബലിയിടും, കാക്കയ്ക്ക് കൊടുക്കും. കാക്ക കൈകൊട്ടി ചെയ്യുമ്പോൾ കാക്ക വന്നില്ലെങ്കിൽ പിന്നെ വീണ്ടും നമസ്കരിക്കും, പശ്ചാത്താപം പറയും, പിന്നെയും കൈകൊട്ടിയിട്ട് ശുദ്ധം വരുത്തിയിട്ടാണ് ബലിയിടുമ്പോൾ കാക്ക വന്നത് കൊത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ബലികർമ്മങ്ങൾ അവിടെ നടത്തുന്നത്. അത് കഴിഞ്ഞ് രാത്രിയിൽ നമ്മുടെ വീട്ടിൽ മരിച്ചവർക്ക് എല്ലാവർക്കും വേണ്ടി പൂജ, ഒരു മുറിയിൽ വിളക്ക് കത്തിച്ച് കിണ്ടിയിൽ വെള്ളമൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും പലകയിട്ടിട്ട് അതിലവർക്ക് വേണ്ടപ്പെട്ട അവർക്കിഷ്ടമുള്ള എല്ലാ ആഹാരങ്ങളും, ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ കള്ളപ്പം ഉണ്ടാക്കും, ഉഴുന്നുവട ഉണ്ടാക്കും, ഉഴുന്ന് വേവിക്കും, പയർ വേവിക്കും, ചായ, കാപ്പി, ബീഡി, സിഗരറ്റ് എന്ന് വേണ്ട കരിക്കും വെള്ളം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേലയിലാണ് ഇതെല്ലാം വെക്കുന്നത്. വെച്ച് കഴിഞ്ഞിട്ട് കതകടയ്ക്കും. കതകടച്ച് വെളിയിലത്തെ ലൈറ്റുകളെല്ലാം അടച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് കതകിന് മുട്ടിയിട്ട് അത് ചെന്ന് അതെല്ലാം തിരിച്ചെടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ അമ്മ ഒരു കാര്യം ചെയ്യും. അമ്മ ആരും അറിയാതെ പോയിട്ട് ഒരു ഗ്ലാസ് ചായയോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം എടുത്ത് അമ്മ എടുത്ത് കഴിക്കും. കഴിച്ചിട്ട് ഞങ്ങളോട് കൊച്ചിലെ പറഞ്ഞ് പേടിപ്പിക്കും. കണ്ടോ, നിങ്ങളെ പറഞ്ഞ കേക്ക് കേട്ടില്ലെങ്കിൽ ഇതാ അപ്പൂപ്പൻ വന്ന കണ്ടോ, അമ്മൂമ്മ വന്ന കണ്ടോ, ഇതിനകത്ത് ചായ കാണുന്നില്ല, അല്ലെങ്കിൽ വട കാണുന്നില്ല, അല്ല കരിക്കിൽ വെള്ളമില്ല, അവരൊക്കെ വന്ന് കുടിച്ചിട്ട് പോയതാണ്. അപ്പം നിങ്ങളോട് സ്നേഹമുണ്ട് അവർക്കെല്ലാം, നിങ്ങളെല്ലാം നല്ല കുട്ടികളായിട്ടിരുന്നാൽ അവരുടെ എല്ലാ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുമെന്നും പറഞ്ഞ് അമ്മ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. പിന്നീടാണ് വലുതായതിന് ശേഷമാണ് മനസ്സിലായത് ഇത് അമ്മ കാണിക്കുന്ന ഒരു ചെറിയ കള്ളത്തരമാണെന്ന്. എന്നാലും എന്തെങ്കിലും ആയാലും ഈ പ്രാവശ്യവും അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി, പിതൃക്കളുടെ അനുഗ്രഹവും കിട്ടി. എന്നാലും ഇന്നലത്തെ ദിവസം സത്യം പറഞ്ഞാൽ മനസ്സിന് ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം തന്ന എല്ലാ പിതൃക്കളുടെയും അനുഗ്രഹം കിട്ടിയെന്നുള്ള ആ സമാധാനമുണ്ട് ഇന്നലെ ഉണ്ടായത്. അതുപോലെ നിങ്ങളും, കേരളത്തിലുള്ള നിങ്ങളെല്ലാവരും ഇന്നലെ ബലിയിടാൻ പോയിട്ടുണ്ടെന്നറിയാം. വെളിയിൽ ജോലിക്ക് പോകുന്നവരും കേരളം വിട്ട് പുറത്തുള്ള എല്ലാ കുട്ടികളും അവരുടെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയും ബലികർമ്മങ്ങൾ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഇതൊരു അനുഭവ വിവരണമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചത്. ഇതിഷ്ടമായാൽ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.